LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയാണ്. പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. വീണ്ടും EP ജയരാജനെ CPM നേതൃത്വം അപമാനിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തെ വിരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ. പാലക്കാട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അഥവാ മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ പല വോട്ടർമാരും പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവിടെ വീടുകളിലെത്തി പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് എപ്പോഴും താമസിക്കുന്നത് ഈ കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെയാണ്. ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് BLOമാരാണ്. കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് BLOമാർക്കാണ്. BLOമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ്. ഇത് അപ്രൂവലാണ്. ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനെ ഒരാൾ താമസം ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഉത്തരവാദി. റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് അതിന്റെ പരിശോധന ശരിയല്ലാത്തത്. അല്ല, അത് അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് LDF സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ടുമാണ്. LDF സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക. അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല. അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരനാണ്. തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് ചേർത്തിരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കാൻ. LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ്. ആദ്യം CPM ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെയും ഭാര്യയും തടയുക. അദ്ദേഹം ഇവിടെ, അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം. ഇപ്പോൾ വാടകയ്ക്ക് വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം. എങ്ങനെയാണ്? 6 മാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹം 6 മാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല. ഇവിടെ ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടക വീട് എടുത്തത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 6 മാസത്തെ അദ്ദേഹം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട CPM ജില്ലാ സെക്രട്ടറി ആദ്യം പോയി ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാവിലെ പോയി അത് തടയും. എന്നിട്ട് ബാക്കിയുള്ളവരെ തടഞ്ഞാൽ മതി. പിന്നെ ഒരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ടർ ഐഡൻറ്റിറ്റി കാർഡുമായി അവിടെ വന്നാൽ ആ വോട്ട് തടയാൻ ഒരാൾക്കും അവകാശമില്ല. അയാളാണോ എന്ന് മാത്രമാണ് ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ചുമതല. വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. ഒരു റവന്യൂ അതോറിറ്റീസിനും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ വോട്ട് ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് BJP സ്ഥാനാർത്ഥി ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി ചേർത്തിട്ടുണ്ട്. ഞങ്ങളാരും ആ പണിക്ക് പോയിട്ടില്ല. ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് അതാത് സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ട് ചേർക്കാനുണ്ടായിരുന്നു. ആ വോട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. CPM ആദ്യം ചെയ്തിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. ഈ ജില്ലാ സെക്രട്ടറി അല്ലേ ജോലി ചെയ്യേണ്ടത്, അയാൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല. എന്നിട്ട് ബാക്കി വോട്ട് ചേർത്ത ആളുകളെ മുഴുവൻ കളങ്കപ്പെടുത്താൻ വേണ്ടി പറയാം. കിട്ടിയല്ലോ വേഷമായിട്ട്. ആരാണ് കള്ള വോട്ട് വ്യാജ വോട്ട് ചേർത്തതെന്ന് മനസ്സിലായല്ലോ. എങ്ങനെ LDF സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തു? അതിന് ആദ്യം ഉത്തരം പറയട്ടെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെന്ന്. അദ്ദേഹം തിരുവല്ലാമലക്കാരനാണ്. യഥാർത്ഥത്തിൽ ചേലക്കര നിയോജകമണ്ഡലത്തിലാണ്. അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി വോട്ട് ചേർത്തു. അതിനുശേഷം ഇവിടെ വോട്ട് ചേർത്ത ഇവിടുത്തുകാരനാവോ? അതൊക്കെ വെറുതെ പറയാം. അതൊക്കെ ഈ ലോക്കലൈസേഷൻ പ്രാദേശികവാദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്. പക്ഷേ ഈ വോട്ട് ചേർത്തത് വ്യാജ വോട്ടാണ്. വ്യാജമായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടതില്ല, വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടുമോ? അല്ല, നമുക്കറിയില്ലല്ലോ. ഞങ്ങളത് ചെയ്യില്ല. വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റി കാർഡ് ചെയ്യാം. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു, വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ വോട്ടും മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല.
ഒരു അതോറിറ്റിക്ക് അധികാരമില്ല. എങ്ങനെ മാറ്റും? വ്യാജ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അല്ല, അത് മാറ്റാൻ പറ്റത്തില്ലെന്നേ, ആർക്കും പറ്റത്തില്ല. എത്ര വോട്ടാണെന്ന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അത് അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ജില്ലാ സെക്രട്ടറി നിരന്തരം, അതായത് ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ, വെളിപ്പെടുത്തലുകളെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ചീറ്റിപ്പോകുന്നു എന്നുള്ളതാണ് പൊതുവിലൊരു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുറകിലുള്ളത് മന്ത്രി MP രാജേഷും അളിയനും കൂടിയാണ്. അവർ മൂന്നുപേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത്. ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി. 7 നിലയിൽ പൊട്ടി, എല്ലാ സാധനവും പോയി. അപ്പം ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസാനം ആരുടെ നെഞ്ചത്തോട്ട് കയറി പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിന്റെ തിരക്കഥ എന്നൊക്കെയാണ് സ്ഥാനാർത്ഥി സരിൻ പറയുന്നത്. വല്ല കൊള്ളാവുന്ന വല്ല മുതിർന്ന CPM നേതാക്കള് വല്ല കാര്യം ആരോപണം ഉന്നയിച്ച് ഞാൻ മറുപടി പറയാം. മനസ്സിലെ ഞാൻ പറഞ്ഞല്ലോ, CPM അനുഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇത് വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഗതം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മളതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അങ്ങനെ പറയാം. അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കല്ലേ. ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് EP ജയരാജൻ. ME ഗോവിന്ദനേക്കാൾ, അദ്ദേഹം ആത്മകഥയിൽ എഴുതിയതുപോലെ ME ഗോവിന്ദനേക്കാൾ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ. നമ്മളെന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത്? ഇത് തമാശയായിട്ട് അവർ തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദമുള്ളതുകൊണ്ട് പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പാലക്കാട് പരിപാടി നടത്താൻ പോകും. അത് എന്തായിരിക്കും? ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPM EP ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ്. അദ്ദേഹം ഇത് എഴുതി. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിലെ കണ്ടന്റ് അല്ല പ്രധാനം. കണ്ടന്റൊക്കെ EP എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം. DC പോലത്തെ ഒരു പ്രസാധക സ്ഥാപനം ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു ആത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയാം. ഇവർ കള്ളം പറഞ്ഞു, പാർട്ടിയും കള്ളം പറഞ്ഞു, EP-യും പറഞ്ഞു. പറയാതിരിക്കുന്ന നിവർത്തിയിൽ ഇന്നലെ ഇലക്ഷൻ അല്ലേ? ഇന്നലെ ചേലക്കര ഇലക്ഷൻ നടക്കുന്നു. 20-ാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകും. എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും? 20-ാം തീയതി വരെയെങ്കിലും കള്ളം പറയണം. ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ സ്ഥിതി അതായിപ്പോയി, പരമദയനീയമായ സ്ഥിതിയായിപ്പോയി. പക്ഷെ ഇത് എങ്ങനെ പുറത്തുപോയി എന്നുള്ളതാണ് പ്രധാനം. DC ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയേക്കണ ഒരു സാധനവും പുറത്തു പോയില്ല. അപ്പം ഇത് പുറത്തു പോയിരിക്കുന്നത് പാർട്ടിയിലെ EP-യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി. CPM-ൽ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിച്ചു. ഞാൻ ഇന്നാൾ കഴിഞ്ഞ ആഴ്ച, നമ്മളൊന്നും പറയണ ശ്രദ്ധിക്കാറില്ല ഈയിടെയായിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ആര് പോയി? ME ഗോവിന്ദൻ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസിലെ പ്രതി PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോയതാരാ? ME ഗോവിന്ദൻ്റെ ഭാര്യ അല്ലേ? ആണല്ലോ. അത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഈ പെട്രോൾ പമ്പിൻ്റെ പെട്രോൾ പമ്പ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ബിനാമിയാണെന്നറിയാം. ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? അതൊക്കെ അന്വേഷിക്കട്ടെ. എന്തായാലും അയാൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. പരിഹാരത്തെ താൽക്കാലിക ജീവനക്കാർ ഒന്നുമില്ലാത്ത ഒരാൾ അയാളുടെ അല്ലത്. അതാരുടെ? അതൊരു CPM നേതാവിൻ്റെയാണ്. അതൊന്ന് അന്വേഷിക്കുക. അപ്പോൾ PP ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ PP ദിവ്യ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ME ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടേ. അതാണല്ലോ ഞാൻ ചോദിച്ചത്. CPM നിന്റെ പേരാണോ കാപട്യമെന്ന് ചോദിച്ചത്. എന്തൊരു കാപട്യമാണ്, എന്തൊരു വഞ്ചനയാണ് ചെയ്തത്. ഒരു ഭാര്യ പറഞ്ഞു വിട്ടിരിക്കുക. പിന്നെ അവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആന്തൂർ സാജന്റെ മരണത്തിന് കാരണം എന്ന ആരോപണ വിധേയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് PP ദിവ്യ എന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു സംഗമം ഉണ്ടല്ലോ ആ ജയിലിൻ്റെ മുറ്റത്ത് വെച്ച് അവർ തമ്മിൽ നടത്തിയൊരു സംഗമം, അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ആരും അടയാളപ്പെടുത്തിയില്ല. ഒരു മാധ്യമം അത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അപൂർവമായൊരു സംഗമം ജയിൽ മുറ്റത്ത് വെച്ച് ശ്യാമള ഗോവിന്ദനും PP ദിവ്യയും നടത്തിയ അപൂർവമായൊരു സംഗമം. രണ്ടുപേരും ആരോപണ വിധേയരാണ്. രണ്ട് കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ രണ്ടുപേർ തമ്മിലുള്ള അപൂർവ കൂടിക്കാഴ്ച. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ കാണാതെ പോകും. എനിക്ക് നിങ്ങളോടുള്ള ചെറിയ പരാതിയൊന്നുമില്ല,
ചെറിയ പരിഭവം ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞ ഇത് നാടകമല്ലേ, ഈ കാണിക്കുന്നത് മുഴുവൻ നാടകമല്ലേ. എന്തൊരു നാടകമാണ് ഈ CPM എന്ന് പറയുന്നത്, എന്തൊരു നാടകമാണ്. ഈ പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങി, നിങ്ങളൊക്കെ ആദ്യം അതിൽ പെട്ടുപോയി കുറച്ച്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം. ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ആ നാടകത്തിലൊക്കെ പെട്ടുപോയി കുറെ, അതിനുശേഷം ഇപ്പൊ നിങ്ങളെല്ലാം ഇതേ. അന്ന് ഞങ്ങൾ നിങ്ങളാരെ കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും പോസ്റ്റ് ഒട്ടിച്ച ഞങ്ങൾ എന്തുമാത്രം ആളുകൾ എന്തൊക്കെ പറഞ്ഞു, ഏതെല്ലാം തരത്തിൽ പറഞ്ഞു. നമ്മൾ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാത്തിനും ഞങ്ങളെ നിങ്ങൾ വിമർശിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് നേതാവും കൂടി വന്നിരിക്കുകയാണ്, അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറി. എവിടെ എന്ത് അവതരിപ്പിച്ചാലും അവരുടെ സ്ഥിതി ഇതാണ്, മനസ്സിലായില്ലേ? ഇവിടെ മഹിളാ കോൺഗ്രസിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതുണ്ടോ? 2000-ഓളം വനിതകളാണ് നവംബർ 1-ാം തീയതി കേരളീയ വസ്ത്രം ധരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് UDF-നും വോട്ട് ചോദിക്കാൻ വേണ്ടി മഹിളകളാണ് ഇറങ്ങിയത്. 2000-ഓളം വനിതകളാണ് ഇവിടെ ഇറങ്ങിയത് കേരളീയ വേഷം ധരിച്ച്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥതയ്ക്ക് പിന്നിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്ത്, അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും. അല്ല ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കൂടി നോക്ക്, സമയമുണ്ടല്ലോ. 20-ാം തീയതി വരെ ഇലക്ഷനില്ലേ? ഈ വയനാട്ടിലെ ഈ പോളിംഗ് ശതമാനമായിട്ട് ബന്ധപ്പെട്ട് ഭൂരിപക്ഷം പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഭൂരിപക്ഷം കുറയുമെന്ന് കരുതുന്നില്ല. ഒന്നാമത്തേത് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ഈ CPM BJP കേന്ദ്രങ്ങളിൽ നിന്നാണ് ടേൺ ഔട്ട് ഇല്ലാതിരിക്കുന്നത്. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവർ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യും. എന്നാൽ പിന്നെ ആ പാർട്ടി പോകണ്ട എന്ന് പാർട്ടിയും പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നു കഴിഞ്ഞാൽ വന്ന് പ്രിയങ്ക, ഞങ്ങളുടെ വോട്ടർമാർ എല്ലാവരും വന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. എന്തെങ്കിലും ഒരു കുറവുണ്ടോന്ന് പരിശോധിക്കും. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടി. ചേലക്കര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ചെയ്ത വോട്ടിനേക്കാൾ 12,000-ത്തിലധികം വോട്ട് കൂടുതൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ചെയ്തു. പോളിംഗ് കൂടുതലായി, നല്ല പോളിംഗ് ആയി. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. ഒരു 5000 വോട്ടിന് താഴെ, ഞാൻ കരുതുന്നത് 3000-നും 5000-ത്തിനും ഇടയിൽ, വലിയ അവകാശം അതൊന്നുമില്ല, ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. നിലവിലെ സാഹചര്യത്തിൽ പാലക്കാടൻ കാറ്റും UDF-നും അല്ല, പാലക്കാട് ഞാൻ പറയാം. ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഞങ്ങൾ താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ റിവ്യൂ ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 റിവ്യൂ മീറ്റിംഗ് ഞങ്ങളുടെ കഴിഞ്ഞു. പാലക്കാട് സെൻട്രൽ ഞാൻ പങ്കെടുത്ത് 4 റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞു. ആ റിവ്യൂ മീറ്റിങ്ങിൽ താഴെ നിന്നുള്ള ഫീഡ്ബാക്ക് എല്ലാം കിട്ടി, ഞങ്ങൾ അസസ് ചെയ്തു. അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരിക്കുന്നത്. CPM ഒരു 2ാം സ്ഥാനം വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ BJP-യിൽ സീറ്റ് അന്വേഷിച്ചു പോയ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് CPM-ലെ പാർട്ടിക്കാരെ പോലും CPM വെറുപ്പിച്ചു. അങ്ങനെ 3-ാം സ്ഥാനത്താണ് CPM. 3-ാം സ്ഥാനത്താണെന്ന് മനസ്സിലാക്കിയ CPM UDF-ഉം BJP-യും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പം ചെയ്യുന്ന എല്ലാ പണിയും BJP-യെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. ഞങ്ങളുടെ ഇലക്ഷൻ അസസ്മെൻറ്റ് 10,000-ത്തിൽ മീതെ വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഈ CPM BJP ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ അനുകൂലമായി ഞങ്ങളിലേക്ക് തിരിഞ്ഞ് അത് 15,000 വരെ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവരോട് ധിക്കാരമൊന്നും പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ വീടുകളിൽ ചെന്നപ്പോഴുള്ള റെസ്പോൺസ്, പ്രവർത്തനത്തിൻ്റെ മികവ് നിങ്ങൾ കാണുന്നതല്ലേ. സാധാരണ UDF പ്രവർത്തിക്കുന്ന പോലെയാണോ? നിങ്ങൾ ചേലക്കരയിലും പാലക്കാടും ഒക്കെ പ്രവർത്തിച്ചത് കോൺഗ്രസും UDF-ഒക്കെ സാധാരണ പ്രവർത്തിക്കുന്ന പോലെയാണോ? കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ലല്ലോ. ഇപ്പോൾ വളരെ വ്യത്യസ്തമായ, വളരെ പ്രൊഫഷണലായി, വളരെ പ്ലാൻ ചെയ്ത് മെറ്റിക്കുലസ്-ആയി ഒരു കുടുംബം പോലെയാണ് UDF നിന്ന് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തരും. ഞങ്ങളെക്കുറിച്ച് ആളുകൾക്കെല്ലാം ആകെ ഉണ്ടായിരുന്ന പരാതി, നമ്മൾ വഴക്കടിക്കും, തമ്മിലടിക്കും, പ്രശ്നം ഉണ്ടാക്കും, താഴെ തട്ടിൽ പ്രവർത്തിക്കില്ല. അതൊക്കെ ഞങ്ങൾ മാറ്റി. അത് വെറുതെ ചുമ്മാ പറയണത്. BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണത്. പിന്നെ ഉള്ള വോട്ട് പോവാതിരിക്കാനും. ഉള്ള വോട്ടുണ്ടല്ലോ, അപമാനകരമായ ഒരു തോൽവി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. CPM-ന്റെ വോട്ട് പോവും. അത് ചേലക്കരയിൽ പോയിട്ടുണ്ട്, പാലക്കാടും പോവും. എന്താ അറിയോ? നല്ല കമ്മ്യൂണിസ്റ്റുകാർ
ഒരിക്കലും ഇവർക്ക് വോട്ട് ചെയ്യില്ല. കാര്യം എന്താ? ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവർ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇവർ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അത് പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും വോട്ട്. ഇപ്പം ഈ ഇലക്ഷൻ അങ്ങനെ ജയിച്ചാൽ എന്തായിരിക്കും അഹങ്കാരം? അവരുടെ പാർട്ടിക്കാർക്കറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് അവരത് കുറേ CPM വോട്ടുകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് പാർലമെന്റിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്, പാലക്കാട് കിട്ടിയതാണ്. അതേപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.